ഞാൻ നാസർ പൊന്നാട്, ചാനൽ ഫൈവ് പ്ലസിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് രണ്ടാമത്തെ ദിവസമാണ് എക്സലൻസിൻ്റെ CEO ഡോക്ടർ അൻസാരി ഇബ്രാഹിം സാഹിബിൻ്റെ ഇൻ്റർവ്യൂ. നമ്മൾ ഈ പുസ്തകം വെച്ചാണ് തുടങ്ങിയത് അല്ലേ? അദ്ദേഹത്തിൻ്റെ വളരെ സംഭവബഹുലമായ ജീവിത യാത്രയും അതോടൊപ്പം തന്നെ പുതിയ തലമുറക്ക് ഒരുപാട് ഉപദേശങ്ങൾ നൽകുന്ന അതിനെക്കുറിച്ച് വളരെ വിശദമായിട്ട് തന്നെ ഒരു 20-25 മിനിറ്റോളം നമ്മൾ കഴിഞ്ഞ എപ്പിസോഡ് സംസാരിച്ചു. എനിക്ക് തോന്നുന്ന ഒരു ഇൻ്റർവ്യൂവിലുപരിയായിട്ട് ഈ മേഖലയിൽ വരുന്ന ആളുകൾക്ക് ഒരുപാട് പുതിയ അറിവ് പകരുന്നു. എങ്ങനെ ജീവിക്കണം, എങ്ങനെ ഉയരങ്ങളിൽ വെട്ടിപ്പിടിക്കണം എന്നതിനെക്കുറിച്ച് വളരെ തുറന്നു. സാധാരണ ഈ രംഗത്ത് പ്രവർത്തിക്കുന്നവർ വന്ന വഴികളൊന്നും ആരോടും പറയാറില്ല. കാരണം എനിക്ക് നാളെ ഒരു ശത്രുവിനെ നമ്മൾ ഓർക്ക് ഉണ്ടാക്കണ്ടല്ലോ എന്ന് വെച്ചിട്ട്. പക്ഷെ തികച്ചും വ്യത്യസ്തമായിട്ട് അദ്ദേഹം വളരെ തന്മയത്വത്തോടു കൂടി അദ്ദേഹത്തിൻ്റെ ജീവിതകഥ പറഞ്ഞു. അത് പറയാൻ മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ മിസ്റ്റർ MBA എന്ന് പറയുന്ന പുസ്തകത്തിൽ വളരെ വിശദമായിട്ട് അത് പ്രതിപാദിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് അദ്ദേഹം ഈ വെട്ടിപ്പിടിച്ച ഈ സാമ്രാജ്യം ഇന്ന് എനിക്ക് തോന്നുന്നു 24 വർഷം കൊണ്ട് കെട്ടിപ്പടുത്ത് ഇന്ന് UAE-ലും അതുപോലെ കാനഡയില്, UK എല്ലാ GCC രാജ്യങ്ങളും ഇന്ത്യയിലുണ്ട്. ഇന്ത്യയിലില്ല. GCC രാജ്യങ്ങളിലും UK പിന്നെ കാനഡ അവിടെയാണ് കാര്യമായിട്ടുള്ളത്. ഇത്രയും സ്ഥലങ്ങളിൽ പടർന്ന് പന്തലിച്ച് നിൽക്കുന്ന ഈ എക്സലൻസ് എന്ന് പറയുന്ന വിദ്യാഭ്യാസ സ്ഥാപനത്തിന് എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾക്കും വിദ്യാർത്ഥികൾക്കും നൽകുന്നത്, അത് രക്ഷിതാക്കൾക്കും വേണമല്ലോ അല്ലേ? അപ്പോൾ അതിനെക്കുറിച്ച് അദ്ദേഹം വളരെ വിശദമായിട്ട് പറയും. ഞാൻ അതുകൊണ്ട് എൻ്റെ മൈക്ക് ഓഫ് ചെയ്ത് വെക്കുകയാണ്. കാരണം ഞാൻ ആവശ്യമില്ലാതെ അങ്ങനെ കാര്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ സമയം പോകും. കാരണം അദ്ദേഹത്തിന് തന്നെ വളരെ വിശദമായിട്ട് നിങ്ങളോട് സംസാരിക്കാനുണ്ട്. ഡോക്ടർ അൻസാരി സാഹിബിനെ ക്ഷണിക്കുകയാണ്. എല്ലാവർക്കും നമ്മുടെ ഈ ഒരു 5+ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ എക്സലൻസ് എഡ്യൂക്കേഷൻ ഒരു സ്ഥാപനമാണ്. നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്, ഫസ്റ്റ് ബ്രാഞ്ച് സ്റ്റാർട്ട് ചെയ്തത് കാനഡയിലാണ്. അപ്പോൾ എന്തുകൊണ്ട് കാനഡ എന്നൊരു ചോദ്യം നമ്മൾ ആദ്യം ആലോചിക്കുകയാണെങ്കിൽ, അപ്പോൾ നമ്മുടെ UAE-ലും മറ്റ് GCC രാജ്യങ്ങളുള്ള ആൾക്കാർക്ക് എല്ലാവർക്കും ഒരു മൈഗ്രേഷൻ മനസ്സിലുള്ള ആൾക്കാരാണ്. കുറച്ചുകൂടെ നല്ല രീതിയിൽ പോയിട്ട് കാനഡ, UK, US, ഓസ്ട്രേലിയ, ഇങ്ങനെയുള്ള ന്യൂസിലൻഡ് ഇങ്ങനെയുള്ള രാജ്യങ്ങളിൽ പോയിട്ട്, കാരണം അവിടെയെല്ലാം നമുക്ക് PR കിട്ടുകയും പെർമനന്റ് റെസിഡൻസ് കിട്ടുകയും അതിനോടൊപ്പം തന്നെ പാസ്പോർട്ട് കിട്ടുകയും ചെയ്ത രാജ്യങ്ങളാണ്. പാസ്പോർട്ട് കിട്ടിക്കഴിയുമ്പോൾ അവിടെ ഒരുപാട് നല്ല ഫെസിലിറ്റീസും നല്ല എഡ്യൂക്കേഷൻ, കുട്ടികൾക്കുള്ള എഡ്യൂക്കേഷൻ കാര്യങ്ങളൊക്കെ വളരെ അട്രാക്റ്റീവാണ്. നല്ല മെഡിക്കൽ ഫെസിലിറ്റീസ് പൗരത്വം കിട്ടും. എത്ര വർഷമാണ് അവിടെ? ഓരോ രാജ്യം ഓരോ ഡിപ്പെൻസ് ആണ്. കാനഡയെ സംബന്ധിച്ചോളം നമ്മൾ PR കിട്ടി മിനിമം 3 മുതൽ 5 വർഷം കഴിഞ്ഞാൽ നമുക്ക് പാസ്പോർട്ടിന് അപ്ലൈ ചെയ്യാം. അതേസമയം UK-ൽ നമുക്ക് ILR എന്ന് പറയും. UK-ൽ PR-ന് ഇൻഡെഫിനിറ്റ് ലിവിങ് എന്നുള്ളതാണ് കൺസെപ്റ്റ് ഉദ്ദേശിക്കുന്നത്. ലിവിങ് റെസിഡൻസി എന്ന് പറയുന്നതാണ് ILR. ആ ILR കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് മിനിമം 5 വർഷം മുതൽ 10 വർഷം കൊണ്ട് നമുക്ക് പാസ്പോർട്ടിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ GCC രാജ്യങ്ങളുള്ള ആൾക്കാരെല്ലാവരും തന്നെ ഒരു ഡിഗ്രി പഠിക്കുമ്പോൾ അല്ലെങ്കിൽ മാസ്റ്റർ ഡിഗ്രി പഠിക്കുമ്പോൾ അവർക്ക് മൈഗ്രേറ്ററി പർപ്പസിന് വേണ്ടിയാണ് കൂടുതൽ ആഗ്രഹിക്കുന്നത്. അപ്പോൾ എൻ്റെ പ്രീവിയസ് സ്ഥാപനത്തിലുള്ള ഒരുപാട് സ്റ്റുഡൻസ് അതിനുവേണ്ടി ആഗ്രഹിക്കുകയും അപ്പോൾ അതിനുവേണ്ടി ശ്രമിക്കുകയൊക്കെ ചെയ്ത് കണ്ട് നമ്മളും വിചാരിച്ചു അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കാം എന്താണ് ഈ കാനഡയിൽ ഉള്ളത്. അങ്ങനെ ഒരു കാനഡയിലുള്ള ആൾക്കാർക്ക് വേണ്ടിയുള്ള ഒരു ഫെസിലിറ്റി അനുസരിച്ചിട്ടാണ് നമ്മൾ എക്സലൻസ് എഡ്യൂക്കേഷൻ കാനഡയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിനുശേഷം അത് UK-ൽ അടുത്ത ബ്രാഞ്ച് സ്റ്റാർട്ട് ചെയ്തു. പിന്നെ ആ ബ്രാഞ്ച് കംപ്ലീറ്റ് എല്ലാ GCC രാജ്യങ്ങളിലും നമ്മൾ അതിൻ്റെ ആക്ടിവിറ്റീസുമായിട്ട് മുന്നോട്ട് വന്നിരിക്കുകയാണ്. എക്സലൻസ് എഡ്യൂക്കേഷൻ പ്രൊമോട്ട് ചെയ്യുന്നത് വർക്കിംഗ് പ്രൊഫഷണൽ ആയിട്ടുള്ള ആൾക്കാർക്കുള്ള എഡ്യൂക്കേഷൻ ഫെസിലിറ്റീസാണ്. അതായത് നിങ്ങൾക്ക് ബാച്ചിലേഴ്സ് പഠിക്കണം, മാസ്റ്റേഴ്സ് പഠിക്കണം, അല്ലെങ്കിൽ ഡോക്ടറേറ്റ് ചെയ്യണം, ഇനി സർട്ടിഫിക്കറ്റ് ഡിപ്ലോമകൾ ചെയ്യണം, അത് മൈഗ്രേറ്ററി പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യണം, അല്ലെങ്കിൽ ജോബിന് വേണ്ടി, ജോബ് പ്രൊമോഷന് വേണ്ടി, ജോബ് ചേഞ്ചിന് വേണ്ടിയൊക്കെ ഉപയോഗിക്കുന്നത് ഏറ്റവും ഉപയോഗപ്രദമായിട്ടുള്ള യൂണിവേഴ്സിറ്റികളും കോഴ്സുകളാണ് നമ്മൾ കൊടുക്കുന്നത്. എന്തൊക്കെ കോഴ്സുകളും ഏതൊക്കെ? മെയിനായിട്ട് നമ്മൾ കൊടുക്കുന്ന കോഴ്സുകൾ എന്ന് പറയുന്നത് ബാച്ചിലേഴ്സ് പ്രോഗ്രാമും മാസ്റ്റേഴ്സ് പ്രോഗ്രാമും. MBA ബാച്ചിലേഴ്സ് പ്രോഗ്രാമിൽ BBA, BCom, BA, BSc IT, BCA ഇങ്ങനെയുള്ള കോഴ്സുകളാണ് ബാച്ചിലേഴ്സിൽ കൊടുക്കുന്നത്. മാസ്റ്റേഴ്സിൽ നമ്മൾ കൊടുക്കുന്നത് MBA ആണ്, MSc ഉണ്ട്, പിന്നെ MA ഉണ്ട്. ഇതെല്ലാം തന്നെ ലീഡിങ് റെപ്യൂട്ടഡ് യൂണിവേഴ്സിറ്റീസ് ആണ് അക്രോസ് ദ ഗ്ലോബാണ്.
അത് ഇന്ത്യയിൽ നിന്നുള്ള യൂണിവേഴ്സിറ്റികളുണ്ട്, UGC അപ്രൂവ്ഡ്, ഗവൺമെൻറ് അപ്രൂവ്ഡ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റികളും. അപ്പോൾ ഇന്ത്യയിൽ ഒരു യൂണിവേഴ്സിറ്റി നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഇന്ത്യൻ യൂണിവേഴ്സിറ്റികളിൽ അത് UGC അപ്രൂവ്ഡ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റി ആയിരിക്കും. രണ്ടും ഫേസ് ചെയ്യുന്നൊരു വിഷയം ഇതാണ്. വലിയ കാശ് കൊടുത്തിട്ട് ചിലപ്പോൾ നമുക്ക് ഡിഗ്രി യൂണിവേഴ്സിറ്റിയിൽ പോയിട്ട് ചേരും, അവസാനം ഇവിടെ ഒരു അറ്റസ്റ്റേഷൻ വരുമ്പോൾ അല്ലെങ്കിൽ ഇവിടെ വരുമ്പോൾ വെരിഫിക്കേഷൻ വരുമ്പോഴാണ് അറിയുന്നത് ഇത് ഇതിന് യോഗ്യത ഇല്ല എന്നുള്ളത്. ഒരുപാട് ആളുകൾ വഞ്ചിക്കപ്പെടുന്ന ഒരു മേഖല കൂടെയാണ്. കറക്റ്റ്. അതിന് നമ്മൾ എന്താ വെച്ചാൽ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, ഒരു സ്ഥാപനത്തിൽ നമ്മൾ ജോയിൻ ചെയ്യുമ്പോൾ ആ സ്ഥാപനത്തിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ചൊന്ന് സ്റ്റഡി നടത്തണം. അവരിതുവരെ എത്ര കോൺവക്കേഷൻ നടത്തി, അവരിവിടുത്തെ എങ്ങനെയാണ് അവർ കോൺവക്കേഷൻ നടത്തുന്നത്. ഇപ്പൊ എക്സലൻസിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ വർഷവും എല്ലാ രാജ്യത്തും കോൺവക്കേഷൻസ് നടത്തുന്ന ഒരു സ്ഥാപനമാണ്. ഈവൻ കാനഡയിലും UK വരെ നമ്മൾ കോൺവക്കേഷൻ നടത്തുന്നുണ്ട്. അപ്പോൾ ആ കോൺവക്കേഷനിലൂടെ 100 കണക്കിന് സ്റ്റുഡൻസ് ഡിഗ്രി വാങ്ങിച്ച് പുറത്തേക്ക് പോകാം. അപ്പോൾ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് ചെക്ക് നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കണം. പിന്നെ എത്ര വർഷമായി ആ ഒരു യൂണിവേഴ്സിറ്റിയുടെ പ്രവർത്തനങ്ങൾ എത്ര വർഷമായി നടത്തുന്നുള്ളൂ, പിന്നെ ആ നടത്തിപ്പുകാർ എത്ര വർഷമായി ഈ ഫീൽഡിൽ, ഇങ്ങനെയൊക്കെയുള്ള ഫാക്ടേഴ്സ് നമ്മൾ അനലൈസ് ചെയ്യണം. അപ്പോൾ ഇപ്പോൾ ചെറിയ ഒരുപാട് കൊച്ചു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് തുടങ്ങുന്നുണ്ട്. അവർ ഇനിഷ്യലി 1-2 വർഷം അവർ ഇങ്ങനെ നടത്തിക്കൊണ്ട് പോകും. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അവർക്ക് ഓവർ ഹെഡ്സ് ഒന്നും മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാതെ ഒരുപാട് സ്ഥാപനങ്ങൾ പൂട്ടിപ്പോയ ചരിത്രങ്ങൾ ധാരാളം നമ്മുടെ അനുഭവത്തിലുണ്ട്, ഒരുപാടുണ്ട്. അപ്പൊ നമ്മൾ അങ്ങനെ ഒരുപാട് ആൾക്കാർക്ക് പൈസ നഷ്ടപ്പെടുകയും ഈ പൈസയിലുപരി ഈ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കിട്ടാൻ പോകുന്ന ജോലിയാണ് നഷ്ടപ്പെടുന്നത്. അതുകൂടാതെ ചില യൂണിവേഴ്സിറ്റികളിൽ നിന്നും അല്ലെ ചില ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ നിന്നും ഇവർ പഠിച്ചിറങ്ങിയതിന് ശേഷം ആ സർട്ടിഫിക്കറ്റുകൾക്ക് വെരിഫിക്കേഷൻ കിട്ടുന്നില്ല. വെരിഫിക്കേഷൻ അന്വേഷിച്ച് ഇവരെ വിളിക്കുമ്പോഴോ ഇവരെല്ലാം പൂട്ടി കംപ്ലീറ്റ് പോയി കഴിഞ്ഞു. ഇപ്പൊ വലിയ പ്രശ്നം തോന്നുന്നത് സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ അല്ല. അതുകൊണ്ടാണ് ഇപ്പം മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ പോകുന്ന 50,000 ഫൈനും കാര്യങ്ങളൊക്കെ വരുന്നുള്ളത്. ഇപ്പോൾ ഒരു UAE വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഡിസിഷൻ എടുത്തിട്ടുണ്ട്. ഇക്വലൻസി സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യാന്ന് പറയും. QRR എന്നാണ് എൻ്റെ പേര്, ക്വാളിഫിക്കേഷൻ റെക്കഗ്നിഷൻ റിപ്പോർട്ട്. ഈ ഏത് കോഴ്സ് ഏത് യൂണിവേഴ്സിറ്റിയും ചെയ്താലും UAE അതിന് ഇക്വലൻസി വേണം. ആ ഇക്വലൻസിക്ക് പറഞ്ഞ പേരാണ് QRR. അതൊരു കമ്പനിക്ക് ഒരു ആപ്ലിക്കേഷൻ കൊടുത്ത് ആ കമ്പനി ആ യൂണിവേഴ്സിറ്റിക്ക് അയച്ച് ആ യൂണിവേഴ്സിറ്റി ഈ സ്റ്റുഡൻറ്റിൻ്റെ ഡീറ്റെയിൽസ് അവരുടെ റെക്കോർഡ്സിൽ ചെക്ക് ചെയ്ത് അത് വെരിഫൈ ചെയ്ത് തിരിച്ചയച്ചു കൊടുക്കും. ആ തിരിച്ചു വരുന്ന വെരിഫിക്കേഷൻ്റെ ബേസിസിൽ ആ യൂണിവേഴ്സിറ്റിക്ക് ആ കോഴ്സിനും അല്ലെങ്കിൽ ആ സ്റ്റുഡൻറ്റിന് QRR കൊടുക്കും, ക്വാളിഫിക്കേഷൻ റെക്കഗ്നിഷൻ റിപ്പോർട്ട്. ഇതിൻ്റെ ഫലമായി ഇതിപ്പം വളരെ കമ്പൾസറി ആക്കിയിരിക്കാം. ഇതുകൊണ്ട് എന്താണ് ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ, ചെറിയ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഈ വെരിഫിക്കേഷൻ കിട്ടാത്ത കൊച്ചു യൂണിവേഴ്സിറ്റികളും അതുകൂടാതെ ചെറിയ ഇൻസ്റ്റിറ്റ്യൂട്ടുകളും ചെറിയ രീതിയിൽ നടത്തുന്ന ആൾക്കാർക്കൊന്നും UAE നിലനിൽക്കാൻ കഴിയില്ല. കാരണം ഒരു സ്റ്റുഡൻറ്റിനെയും നമുക്ക് ഇത് പറഞ്ഞ് പറ്റിക്കാൻ പറ്റത്തില്ല. അതൊരു വളരെ നല്ല തീരുമാനമായിട്ടാണ്. കാരണം നമ്മുടെ എല്ലാ കോഴ്സുകളും എക്സലൻസ് എഡ്യൂക്കേഷൻ പ്രൊമോട്ട് ചെയ്യുന്ന എല്ലാ കോഴ്സുകളും തന്നെ എല്ലാ രാജ്യത്തും GCC രാജ്യങ്ങളിലായിക്കോട്ടെ, UK കാനഡയിലായിക്കോട്ടെ 100% ഈ ഇക്വലൻസി കിട്ടുന്ന ഡിഗ്രികളാണ്. അതാണ് എക്സലൻസിന്റെ പ്രത്യേകത. ഏറ്റവും വലിയ പ്രത്യേകത ഇവിടെ പഠിച്ച കുട്ടികൾക്ക് 100% ആ സർട്ടിഫിക്കറ്റ് 100% എല്ലാ പർപ്പസിനും ഉപയോഗിക്കാം. അത് വിദേശ രാജ്യങ്ങളിൽ ഉപയോഗിക്കാം, ഇവിടെ ഉപയോഗിക്കാം. ഇനി എക്സലൻസിക്കോ അല്ലെങ്കിൽ വെരിഫിക്കേഷനോ കൊടുത്തിട്ട് നാളെ ജയിലിൽ പോകുന്നവർക്ക് ഉറപ്പുവെച്ച് നിൽക്കണ്ട. എന്താണ് വിവരം പലരും വിളിച്ച് പറയാറില്ല, അവൻ്റെ സർട്ടിഫിക്കറ്റ് ഇങ്ങനെയാണ്, ഇനി എന്താണ് അതിൻ്റെ റിസൾട്ട് വരിക എന്നൊക്കെ പറഞ്ഞിട്ട് പേടിച്ചിരിക്കുന്ന ഒരുപാട് ആളുകൾ എനിക്ക് ഇപ്പോഴും വ്യക്തിപരമായിട്ട് അറിയാം. അപ്പം ആ ഒരു പ്രശ്നം ഉണ്ടാവില്ല എക്സലൻസിന്റെ കോഴ്സുകൾക്ക് എന്നാണ് അൻസാരി സാറ് പറയുന്നത് അല്ലേ? അതെ. അത് കൂടാതെ തന്നെ നമ്മൾ ഡോക്ടറേറ്റ് ചെയ്യുന്നൊരു സംഭവമുണ്ട്. ഇപ്പൊ നമ്മൾ ഈ മാസ്റ്റേഴ്സ് എല്ലാം ചെയ്ത് കഴിഞ്ഞു, കുറെ വർഷം നമുക്ക് എക്സ്പീരിയൻസ് ആയി കഴിഞ്ഞാൽ ഇപ്പൊ നമ്മളൊരു ബിസിനസ് ഓണ്ടർപ്രണർ ആണെന്ന് വിചാരിക്കാം, ബിസിനസ് ചെയ്യുന്ന ഒരു സംരംഭകനാണ്. അദ്ദേഹത്തിന് കുറച്ചുകൂടെ വാല്യൂ കിട്ടണം, കുറച്ച് പേര് കിട്ടണമെങ്കിൽ ഡോക്ടറേറ്റ് ചെയ്യണം. പണ്ടത്തെ പഴയ 80s-ലെയും 90s-ലേക്ക് ഡോക്ടറെ കുറിച്ച് ഇപ്പം നാസർക്ക് ആലോചിക്കുകയാണെങ്കിലും ഭയങ്കര ടഫാണ്. ഒരാളൊരു ഡോക്ടറേറ്റ് എടുത്തെന്ന് പറഞ്ഞാൽ തന്നെ വലിയൊരു സംഭവമാണ്. ഏകദേശം 10 കൊല്ലം 12 കൊല്ലമൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഡോക്ടറേറ്റ് എടുക്കുന്നത്. തീർച്ചയായിട്ടും. പക്ഷെ ഇപ്പോൾ ഡോക്ടറേറ്റ് അത്ര ടഫല്ല. കാരണം ഇപ്പോൾ ഒരുപാട് ഫെസിലിറ്റീസ് ഉണ്ട്. നമുക്ക് ഓൺലൈനിലൂടെ ഒരുപാട് ഗൈഡിൻ്റെ ഫെസിലിറ്റീസ് ഉണ്ട്. അതുകൂടെ Zoom പോലുള്ള വീഡിയോ കോൺഫറൻസ് വഴി നമുക്ക് ഗൈഡിനെ ഡെയിലി മീറ്റ് ചെയ്യാം.
അതുപോലെ ഏത് രാജ്യത്തുള്ള ആളുമായിട്ട് ഇന്ന് സംസാരിക്കാം. ആയിരക്കണക്കിന് പുസ്തകങ്ങൾ, ആയിരക്കണക്കിന് ആർട്ടിക്കിൾസുകൾ, ആയിരക്കണക്കിന് ഓരോ പ്രബന്ധങ്ങൾ ഇന്ന് വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഇതിൻ്റെ എല്ലാം ഒരു പശ്ചാത്തലത്തിൽ വളരെ ഈസി ആയിട്ട് ഒരു 3-3.5 വർഷം കൊണ്ട് അല്ലെങ്കിൽ 4 വർഷം കൊണ്ട് ഡോക്ടറേറ്റ് സുഖമായിട്ട് കംപ്ലീറ്റ്. ഇന്ത്യയിലെയും വിദേശത്തെയല്ല. ഇന്ത്യയിലെ യൂണിവേഴ്സിറ്റി കുറച്ചുകൂടെ കാര്യം കുറച്ചുകൂടെ സ്റ്റഫാണ്. അത് വിദേശ യൂണിവേഴ്സിറ്റി കുറച്ചുകൂടെ ഈസിയാണ്. എല്ലാ ഡോക്ടറേറ്റ് ഡിഗ്രികളും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന യൂണിവേഴ്സിറ്റികളെല്ലാം തന്നെ 100% ലോകം മൊത്തം അംഗീകരിച്ചിട്ടുള്ള ഡോക്ടറേറ്റ് ഡിഗ്രികളാണ് കൊടുക്കുന്നത്. അപ്പോൾ അതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പ്രോഗ്രാം. മെഡിസിൻ ചെയ്യുന്നില്ല ഇല്ല, നമ്മൾ അതാണ് നമ്മുടെ എക്സലൻസ് എഡ്യൂക്കേഷൻ്റെ വേറെ പ്രത്യേകത. നമ്മൾ ഡിസ്റ്റൻസ് ലേണിങ്ങിനും ഓൺലൈൻ ലേണിങ്ങിനും ചെയ്യാൻ പറ്റുന്ന കോഴ്സുകൾ മാത്രമേ ചെയ്യുന്നുള്ളൂ. മെഡിസിൻ, എഞ്ചിനീയറിംഗ്, LLB, അതുപോലെ BEd ഇങ്ങനെയുള്ള പ്രോഗ്രാംസ് ഒന്നും തന്നെ, ഇതിനെല്ലാം നമ്മൾ പ്രൊഫഷണൽ പ്രോഗ്രാംസ് എന്നാണ് ഇന്ത്യയിൽ അറിയപ്പെടുന്നത്. ഇങ്ങനെ പ്രൊഫഷണൽ റിലേറ്റഡ് ആയിട്ടുള്ള ഈ കോഴ്സുകളെ ഒന്നും തന്നെ ഇതുവരെ ഇന്ത്യ ഗവൺമെൻറ് ഡിസ്റ്റൻസിൽ വിട്ടിട്ടില്ല, ഓൺലൈനിൽ വിട്ടിട്ടില്ല. അങ്ങനെ പക്ഷേ കുറേ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇതൊന്നും അറിയാതെ ചില ചെറിയ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ ഓൺലൈൻ എഞ്ചിനീയറിംഗ് സർട്ടിഫിക്കറ്റും അതുകൂടാതെയുള്ള മറ്റു മെഡിക്കൽ റിലേറ്റഡ് ആയിട്ട് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നുണ്ട്. പക്ഷെ എനിക്ക് പറയാനുള്ള എൻ്റെ പ്രേക്ഷകരോട്, ഇങ്ങനെയുള്ള ഒരു കാലത്ത് നിങ്ങൾ പോയി വീഴരുത്. കാരണം ഒരു എഞ്ചിനീയറിംഗ് ഡിഗ്രി എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റുഡൻറ്റ് 4 വർഷം ആ കോളേജിൽ കിടന്ന് ഒരുപാട് പ്രോജക്റ്റ് ചെയ്ത്, ഒരുപാട് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്ത്, ഒരുപാട് എക്സ്പെരിമെൻറ്റുകൾ നടത്തിയിട്ടാണ് എടുക്കുന്നത്. അങ്ങനെ ഒരു ഡിഗ്രി ഇതൊന്നും ചെയ്യാതെ ഓൺലൈനിലൂടെ ഈസി ആയിട്ട് കിട്ടുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് യാതൊരു വാല്യൂ ഉണ്ടാവില്ല. അപ്പം അങ്ങനെയുള്ള ഒരു ഇതിനും നിങ്ങൾ ഒരുപാട് ഡിപ്ലോമക്കാരുണ്ട് നമ്മുടെ നാട്ടിൽ നിന്ന് പഠിച്ചു വന്നിട്ട്, ഈ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ കഴിഞ്ഞ് വന്ന ആൾക്കാരുണ്ട്. അവർക്കൊരു പരിധി എത്തിക്കഴിയും പിന്നെ അവർക്ക് പ്രൊമോഷൻ കിട്ടത്തില്ല. അപ്പോൾ അവർ എവിടെന്നെങ്കിലും പോയിട്ടൊരു എഞ്ചിനീയറിംഗ് ഡിഗ്രി എടുക്കാമെന്ന് വിചാരിക്കും. അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് പോയി ഡിഗ്രി എടുത്ത് വന്നു കഴിഞ്ഞാൽ അതിനൊന്നും യാതൊരു വിധമായ അപ്രൂവലും കിട്ടത്തില്ല. പല ആൾക്കാർക്കും ഒരുപാട് വർഷങ്ങൾ അതിനുശേഷം സംഭവിച്ച ചരിത്രങ്ങൾ നമുക്കറിയാം. അപ്പോൾ എനിക്ക് ഈ ആൾക്കാർ നമ്മൾ എഡ്യൂക്കേഷനെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണുക. നമ്മൾ ഈ പ്രവാസികളെല്ലാം തന്നെ നമ്മൾ വന്നു, നമുക്കൊരു ജോലി കിട്ടി, നമ്മുടെ ലൈഫ് ഒന്ന് സെറ്റിലായി. അപ്പോഴെല്ലാവരും നമ്മൾ ഫർദറായിട്ട് നമ്മൾ ജീവിതത്തിന് അടുത്ത ലെവലിലേക്ക് നമ്മൾ ഉയർത്തണം. ഇപ്പം നമ്മളൊരു ബാച്ചിലേഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും വിചാരിക്കും, ഓക്കെ ഡിഗ്രി കിട്ടി, എനിക്കൊരു 40-40 വയസ്സ് 45 വയസ്സായി, ഇനി എന്നെ കൊണ്ട് പഠിക്കാൻ പറ്റത്തില്ല, എനിക്ക് പഠിക്കാൻ പറ്റുന്നില്ല എന്നൊരു തോന്നൽ വരും. പക്ഷെ ഒരിക്കലും അങ്ങനെയല്ല. നമ്മൾ പഠിച്ചുകൊണ്ടേയിരിക്കുക. എൻ്റെ ആദ്യത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് ദ പവർ ഓഫ് ലൈഫ് ലോങ് ലേണിംഗ് എന്നാണ് പറയുന്നത്. ജീവിതകാലം മൊത്തം പഠിക്കുക എന്നുള്ളതാണ് പറയുന്നത്. അതിൽ 65 വയസ്സുള്ള ഒരാൾ, എൻ്റെ ഒരു MBA സ്റ്റുഡൻറ്റിനെ കുറിച്ച് ഞാൻ എഴുതിയിട്ടുണ്ട്. ശരി. അതിന് 65 വയസ്സുണ്ട്. അദ്ദേഹത്തിൻ്റെ അനുഭവം. അദ്ദേഹം അന്ന് MBA എൻ്റെ അടുത്ത് പഠിച്ച് കംപ്ലീറ്റ് ചെയ്ത് ഇറങ്ങിയ ഒരാളാണ്. റെഗുലറായിട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് ആൾക്കാർ നമ്മുടെ അടുത്ത് MBA എടുക്കുകയും ഡോക്ടറേറ്റ് എടുക്കുകയും ബാച്ചിലേഴ്സ് എടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുക. പിന്നെ നമ്മുടെ ഒരു മലയാളികളുടെ ഒരു പ്രത്യേക ഒരു ക്യാരക്ടറുണ്ട്. നമ്മൾ ഇരിക്കാൻ നല്ലൊരു സീറ്റ് കിട്ടിയ, നല്ലൊരു കസേര നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആ കസേര അനങ്ങുന്നവരെ അതിനകത്ത് തന്നെ ഇരിക്കും. അതായത് ഒരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ ജോലി കുഴപ്പമില്ല, നല്ല കമ്പനി, നല്ല ശമ്പളം കിട്ടുന്നു, കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് നടക്കുന്നു. ഫർദർ നമ്മൾ എഡ്യൂക്കേഷനെ കുറിച്ച് ചിന്തിക്കുന്നു. ഇപ്പോൾ 2008 പെട്ടെന്ന് റിസഷൻ വന്നു, ഒരുപാട് ആൾക്കാർക്ക് ജോലി പോകുമ്പോൾ നമുക്കറിയില്ല എന്താ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മളൊരു സ്ഥലത്ത് നിന്നിട്ട് നമ്മൾ ആപ്ലിക്കേഷൻ കൊടുക്കാണ്ട് CV അടിക്കാൻ നോക്കുമ്പോൾ നമ്മളിൽ 10ാം ക്ലാസ്സോ 12ാം ക്ലാസ്സോ ഉള്ളൂ, ഡിഗ്രി ഇല്ല. അപ്പോൾ ആ സമയത്ത് എവിടെ കിട്ടും ഒരു ഡിഗ്രി, എവിടെ പഠിക്കാൻ പറ്റും ഡിഗ്രി എന്ന് പറഞ്ഞ് നമ്മൾ അതിൻ്റെ പിറക്കം. അപ്പം നമ്മളെപ്പോഴും ഒരു ദൂരക്കാഴ്ചയോട്, നമ്മൾ പറയത്തില്ല, ദീർഘവീക്ഷണത്തോടു കൂടി നമ്മുടെ ജീവിതത്തെ കാണുകയും നമ്മൾ എഡ്യൂക്കേഷന് പ്രാധാന്യം കൊടുക്കുകയും എഡ്യൂക്കേഷൻ ഇങ്ങനെ ഓരോ സമയത്ത് ഇങ്ങനെ അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടേയിരിക്കുക. അങ്ങനെ സ്ഥിരമായി നമ്മൾ കോഴ്സുകൾ പഠിക്കുന്ന ആൾക്കാർക്ക് ഒരുപാട് ബെനിഫിറ്റ് കിട്ടുന്നുണ്ട്. ഇതിപ്പം നമ്മൾ ഡിഗ്രി തന്നെ പഠിക്കണമെന്നില്ല, ചെറിയ കോഴ്സുകൾ പഠിക്കാം, ഡിപ്ലോമ കോഴ്സുകൾ പഠിക്കാം, സർട്ടിഫിക്കറ്റ് പ്രോഗ്രാംസ് പഠിക്കാം. അതിനുള്ള ഈ പറഞ്ഞതുപോലെ അംഗീകാരങ്ങളുള്ളതുണ്ട്. ഒരുപാട് ചെറിയ ഡിപ്ലോമ ഒക്കെ പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒരാളുടെ CV നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ നാസർ കാർഡ് എന്ന് ചോദിക്കുകയാണ്. ഇപ്പൊ രണ്ട് കാൻഡിഡേറ്റ് നാസർ കാർഡ് മുമ്പിലേക്ക് വരാം. നാസർ കാർക്ക് സെയിൽസിൽ ഒരാളെടുക്കണം. അപ്പോൾ 2 പേരുടെ CV നോക്കുമ്പോൾ ഒരാൾ ഡിഗ്രി MBA എടുത്തിട്ടുണ്ട്, വേറൊരാൾ MBA എടുത്തിട്ടുണ്ട്. അയാൾ MBAക്ക് ശേഷം കുറേ കുഞ്ഞു കോഴ്സുകൾ, സർട്ടിഫിക്കറ്റ് ഇൻ സെയിൽസ്മാൻഷിപ്പ്, സർട്ടിഫിക്കറ്റ് ഇൻ കൺവിൻസിങ് പവർ, സർട്ടിഫിക്കറ്റ് ഇൻ പേഴ്സണൽ സെല്ലിംഗ്, കുറേ കോഴ്സുകൾ അയാൾ ചെയ്തിട്ടുണ്ട്. ഇയാളാണെങ്കിൽ ഒരു 15 വർഷം മുമ്പ് MBA എടുത്ത് അതിനുശേഷം ഒന്നും തന്നെ പഠിച്ചിട്ടില്ല. പിന്നെ അപ്പോൾ ആ ഒരു 2 CV നോക്കുമ്പോൾ 100% ആ എപ്പോഴും പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളെ ആയിരിക്കും നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത്. കാരണം നാസർക്ക് പുതിയൊരു കാര്യം കൊണ്ടുവരുമ്പോൾ
അത് പെട്ടെന്ന് പോസിറ്റീവായിട്ട് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളായിരിക്കും അത്. അപ്പോൾ ലീഡിംഗ് ആയിട്ടുള്ള HR കമ്പനികളെല്ലാം പറയുന്നത് ഒരു കണ്ടിന്യൂസ് ലേണറിനെയാണ് എപ്പോഴും ജോബ് കൊടുക്കുന്നത്. കാരണം അവർ ആ ജോലിക്ക് കയറിയാൽ പുതിയൊരു സാധനം, പുതിയൊരു സോഫ്റ്റ്വെയർ കമ്പനിയിലേക്ക് കൊണ്ടുവന്നാൽ അവരപ്പോഴും തന്നെ അത് പഠിക്കാനും, കാരണം ആ പഠിക്കാനുള്ള ഒരു ആഗ്രഹം അവർക്കുണ്ട്. പുതിയ കാര്യം മനസ്സിലാക്കാനുള്ള ആഗ്രഹമുണ്ട്. അപ്പം അങ്ങനെ നമ്മൾ എപ്പോഴും ഒരു കണ്ടിന്യൂസ് ലേണർ ആയിരിക്കും. അപ്പോൾ ഇത് കേട്ടോണ്ടിരിക്കുന്ന ഈ ഒരു ഇന്റർവ്യൂ കേട്ടോണ്ടിരിക്കുന്ന ഈ ചാനലിന്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനോട് എനിക്ക് പറയാനുള്ള ഒരേ ഒരു റിക്വസ്റ്റ്, നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കുക. അടുത്ത മേഖലകളിലേക്ക് പഠിച്ച് നിങ്ങൾ മുകളിലേക്ക് കയറി വരിക. കാരണം എഡ്യൂക്കേഷനാണ് എല്ലാത്തിനും നമുക്ക് അൾട്ടിമേറ്റ് ആയിട്ട് മുകളിൽ നിൽക്കുന്നത്. എഡ്യൂക്കേഷൻ ഈസ് ഗിവിങ് യുവർ ലൈഫ്. നല്ലൊരു ജീവിതം, നല്ലൊരു ലൈഫ് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നല്ലൊരു സ്ട്രോങ് എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ട് നമുക്കുണ്ടാവും. അതിലൂടെ നമുക്ക് വളർന്ന് മുകളിലേക്ക് എത്താം. ഇത് കാണുന്ന ശ്രോതാക്കൾക്ക് ഇത് കാണുമ്പോൾ തന്നെ പലർക്കും താല്പര്യങ്ങളുണ്ടാവും. അതെ. അപ്പോൾ അവർക്ക് ബന്ധപ്പെടാൻ വേണ്ടി ഇതിൻ്റെ ഫോൺ നമ്പർ നമ്മൾ ഈ ചാനലിൽ അറിയിക്കുന്നതാണ്. അതെ. അപ്പോൾ എഡ്യൂക്കേഷനെ അല്ലെങ്കിൽ ഈ സംരംഭത്തെ ഒരു ബിസിനസ് എന്നതിലുപരി വളരെ ഗൗരവത്തിൽ കാണുകയും വരുന്ന തലമുറക്ക് അതുകൊണ്ട് പ്രയോജനപ്രദമാകണമെന്ന് കരുതുന്ന അൻസാരി സാഹിബിൻ്റെ ഈ ഇൻ്റർവ്യൂ വളരെ പ്രയോജനപ്രദമാണ്. അതുപോലെ തന്നെ ഇനി പല കോഴ്സുകളെക്കുറിച്ച്, നമുക്ക് ഓരോ കോഴ്സുകൾ അതിൻ്റെ സാധ്യതകളെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ തിരക്കുപിടിച്ച ഈ ജീവിതത്തിനിടക്ക് ഞങ്ങൾക്ക് സമയം അനുവദിച്ച് തരണം. നമ്മുടെ ചാനലിലെ ശ്രോതാക്കൾക്കും കൂടി അത് വളരെ പ്രയോജനപ്രദമായിരിക്കും. അപ്പോൾ 1000 നന്ദി ഞങ്ങൾക്ക് ഈ സമയം അനുവദിച്ചു തന്നതിൽ. നാസർ പൊന്നാട് പറഞ്ഞതുപോലെ നമ്മുടെ ഈ ചാനലിൻ്റെ എല്ലാ പ്രേക്ഷകരും ഈ വീഡിയോസുകളും എല്ലാം കൃത്യമായിട്ട് കാണണം. നിങ്ങളൊരു പർട്ടിക്കുലർ ടൈം ഒന്നും വെക്കരുത്. രാത്രി കിടക്കുന്നതിന് മുമ്പോ കുറച്ച് സമയത്ത് നിങ്ങൾ ഇതിനു വേണ്ടി ഇരുന്ന് കണ്ടിട്ട് ഇതുപോലുള്ള ചാനൽ നമ്മൾ പ്രൊമോട്ട് ചെയ്യണം. കാരണം പല വിഷയങ്ങൾ ഇദ്ദേഹം നമുക്കൊരുപാട് വിഷയങ്ങൾ ഇന്നിപ്പോൾ ലോകത്തുണ്ട്. അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറേ വിഷയങ്ങൾ കൃത്യമായിട്ട് കൊണ്ടുവരികയും അതിൽ ഇടപെടൽ നടത്തുന്ന ഒരാളാണ് നാസർ പൊന്നാട്. അദ്ദേഹത്തിൻ്റെ ഈ ഒരു ഇനിഷ്യേഷൻ നമുക്ക് മറ്റുള്ള ആൾക്കാർക്കെല്ലാം വളരെ മാതൃകയാണ്. അപ്പം ഞാൻ ഈ ഓരോ പ്രേക്ഷകരോടും പറയുന്നത്, ഇപ്പം നമ്മുടെ ബിസിനസ്സിന് വേണ്ടിയുള്ള കാര്യങ്ങളെല്ലാം ഇപ്പം അദ്ദേഹം പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ ബിസിനസ്സിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ഞാനും പറയുകയാണ്. നിങ്ങൾ ഓരോ സബ്സ്ക്രൈബേഴ്സും മിനിമം 5 പേരെങ്കിലും സബ്സ്ക്രിപ്ഷൻ കൂട്ടാനായിട്ട് റിക്വസ്റ്റ് ചെയ്യണം. കൂടുതൽ ആൾക്കാരേക്ക് നിങ്ങളിത് ഷെയർ ചെയ്യണം. ഷെയർ ചെയ്യുമ്പോൾ അതിൻ്റെ ഗുണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വളരെയധികം പോപ്പുലറായിട്ട് മുകളിലേക്ക് വരും. ഇപ്പം നിങ്ങളുടെ ഒരു ഷെയർ കൊണ്ട് ഒരാൾക്ക് ചിലപ്പോൾ ഒരു എഡ്യൂക്കേഷൻ്റെ ഒരു പുതിയൊരു മേഖല കിട്ടിയെന്ന് വരും. ഏത് സമയത്തും ഫോൺ എടുക്കുമല്ലോ അല്ലേ? ഏത് സമയത്തും ഇതിൽ ശ്രോതാക്കളെ ചിലപ്പോൾ പലരും വിളിക്കും. നമ്മൾക്ക് ചില ഇത് ചേർത്ത് കൊടുക്കുമ്പോൾ ആളുകൾ എന്നെ വിളിക്കും. അപ്പം അതുകൊണ്ട് എന്നെ വിളിക്കുന്ന ഇത് കൂടി ഒഴിവാക്കാൻ വേണ്ടി, കാരണം എനിക്ക് അതിനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ ആധികാരികമായിട്ടുള്ള പരിചയക്കുറവുണ്ട്. തീർച്ചയായിട്ടും ഈ നമ്പർ കൊടുക്കുമ്പോൾ ഏത് സമയത്ത് വേണമെങ്കിലും നിങ്ങളുടെ കോള് എക്സലൻസിൻ്റെ സ്റ്റാഫ് അറ്റൻഡ് ചെയ്യും. അത് മാക്സിമം ആളുകൾ ഉപയോഗപ്പെടുത്തുക. ഈ സന്ദേശം വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകളിലേക്ക് എത്തിക്കുക. ആരെങ്കിലുമൊക്കെ രക്ഷപ്പെട്ടു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ ദൈവത്തിൻ്റെ ആ കണക്കുപുസ്തകത്തിൽ അല്ലേ? അപ്പോൾ ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇത് 2 കാര്യമുണ്ട്. ഇപ്പോൾ നമ്മുടെ ദൈവത്തിനെ ഓർത്തുകൊണ്ടാണ് നമ്മളിത് ചെയ്തത്. അപ്പോൾ ഞാൻ എപ്പോഴും പറയും, നമ്മൾ ചില രാഷ്ട്രീയ പാർട്ടിയുടെ പേര് പറഞ്ഞിട്ട് നോക്കൂലി കണ്ടുപിടിച്ചവരാന്ന് പറയും. പക്ഷെ ഞാൻ എപ്പോഴും പറയാം, നോക്കൂലി കണ്ടുപിടിച്ചത് പടുത്ത തമ്പുരാനാണ്. കാരണം ഈ കാരണം കൊണ്ട് ഒരാളുടെങ്കിലും ജീവിതത്തിൽ ഒരു മാറ്റം വന്നാൽ അത് സഹായിച്ചവനും സഹകരിച്ചവനും കൂട്ടുന്നവനൊക്കെ കൂലി കിട്ടും. അപ്പോൾ ഈ നോക്കൂലി ദൈവത്തിൻ്റെ ഒരു വരദാനമാണ്. അപ്പോൾ ആ നോക്കൂലി എനിക്കും കൂടി കിട്ടുമല്ലോ അല്ലേ? തീർച്ചയായിട്ടും. അപ്പോൾ എല്ലാവരും ഇത് വളരെ ഈ ചാനൽ ഈ എപ്പിസോഡ് മറ്റ് കാര്യങ്ങളെപ്പോലെയല്ല, ഇത് ഗൗരവത്തിലെടുക്കണം, വളരെ ഗൗരവത്തിലെടുക്കണം. നിങ്ങളുടെ സംശയങ്ങൾക്ക് ഏത് സമയത്തും നിങ്ങൾ വിളിക്കാം. ഫോൺ നമ്പർ നമ്മുടെ ഈ ചാനലിൽ കൊടുക്കുന്നതാണ്. നമസ്കാരം.